കൊച്ചി കത്രിക്കടവ് പാലത്തിൽ ബസ് കുടുങ്ങി. ഡീസൽ തീർന്നതോടെയാണ് ബസ് പാലത്തിൽ പെട്ടുപോയത്. പിന്നാലെ വന്ന വാഹനങ്ങളും പാലത്തിൽ കുടുങ്ങിയതോടെ പ്രദേശത്തെ ഗതാഗതം സ്തംഭിച്ചു. ബസ് മാറ്റാൻ ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. തത്സമയം അവിടെ നിന്നും അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, ഈ ബസ് കുടുങ്ങിയത് മൂലം വലിയ ഗതാഗതക്കുരുക്കാണോ നിലവിൽ അനുഭവപ്പെടുന്നത്? ബസ് എങ്ങനെയാണ് ഇനി അവിടെ നിന്ന് നീക്കാൻ കഴിയുക? കൊച്ചിയിലെ തിരക്കേറിയ ഒരു റോഡാണ് കലൂർ കടവന്ത്ര റോഡ്. അവിടെ കത്തിക്കടവ് പാലത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഒരു സ്വകാര്യ ബസ് പാലത്തിലെത്തിയപ്പോൾ ഓഫായി പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഗതാഗത സ്തംഭനം ഉണ്ടായിരുന്നു. ഈ സമയം എന്ന് പറയുന്നത് ഓഫീസുകളിലേക്കൊക്കെ ആളുകൾ പോകുന്നതാണ്, സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നതാണ്. ഈ സമയത്താണ് ഒരു സ്വകാര്യ ബസ് പാലത്തിൽ വന്ന് നിന്നുപോയത്. ഇതിനെ തുടർന്ന് ഡീസൽ എത്തിച്ച് ബസ് ഇപ്പോൾ ഓണാക്കി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം മാറി വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നോർത്ത് പാലത്തിലും സമാനമായൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നോർത്ത് പാലത്തിൽ ഒരു സ്വകാര്യ ബസ് വന്ന് നിന്നുപോയതിനെ തുടർന്ന് ഡ്രൈവർ ഇറങ്ങി ഓടി. ഡീസൽ തീർന്നു പോയതാണെന്നാണ് പിന്നെ മനസ്സിലാക്കിയത്. ഇതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മറ്റൊരു ഡ്രൈവറെ എത്തിച്ച് ആ വാഹനം അവിടെ നിന്ന് എടുത്ത് മാറ്റിയത്. അതുപോലൊരു അവസ്ഥയാണ് ഇന്ന് കത്രിക്കടവ് പാലത്തിലും ഉണ്ടായത്. ഇത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഗതാഗതം സാധാരണ നിലയിലേക്ക് വരികയാണ്. 2 ഭാഗത്തേക്കും വാഹനങ്ങൾ ഇപ്പോൾ ചെറിയ വേഗതയിൽ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട്. ബസ് എടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണത്. വലിയ ആശ്വാസമാണ് ഈ മണിക്കൂർ. കാരണം ഓഫീസുകളിലൊക്കെ കൃത്യസമയത്ത് എത്തേണ്ട ആൾക്കാരാണ്. ഇങ്ങനെ ഈ വഴി വന്ന ആളുകൾ നിരവധി പേർ പെട്ടുപോയിരുന്നു. അവർക്കിപ്പോൾ മുന്നോട്ടും അത് 2 ഭാഗത്തേക്കും കൃത്യമായി പോകാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായി. ബസ് ഇവിടുന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ശരി.